ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഡ്വക്കേറ്റ് റൈജു വർഗീസാണ്. റൈജു ചേട്ടൻ ജീസസ് യൂത്തിൻ്റെ നാഷണൽ കോർഡിനേറ്ററും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോർഡിനേറ്ററും ഇൻ്റർനാഷണൽ മിഷൻ ഡയറക്ടറുമായിരുന്നു. ജീസസ് യൂത്ത് ജാഗോ 2025-ൻ്റെയും അതുപോലെ തന്നെ 2023-യുടെയും ഒരുപാട് റെസ്പോൺസിബിലിറ്റികളിൽ കീ റോൾ വഹിച്ചൊരു വ്യക്തിയായിരുന്നു റൈജു ചേട്ടൻ. റൈജു ചേട്ടാ, വെൽക്കം. താങ്ക് യു. റൈജു ചേട്ടൻ ജീസസ് യൂത്തിൻ്റെ ഇൻ്റർനാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ചേട്ടൻ ഒരുപാട് യൂത്ത് മൂവ്മെൻറ്റുകളെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജീസസ് യൂത്തിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ എന്തായിരിക്കും? മറ്റു മൂവ്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ജീസസ് യൂത്തിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഏറ്റവും പേഴ്സണലായിട്ട് എനിക്കത് പറയാൻ പറ്റുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. എൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോഴും ചുറ്റുമുള്ള മറ്റ് ധാരാളം ആളുകളുടെ ലൈഫിലേക്ക് നോക്കുമ്പോഴും ജീസസ് യൂത്ത് ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്താനായിട്ട്, ജീവിതത്തിലൊരു ആനന്ദം കണ്ടെത്താനായിട്ട്, പ്രതീക്ഷ ഉണ്ടാക്കാനായിട്ട്, ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് സാധ്യമാകുന്ന വഴി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സഹായിക്കുകയും തുടർന്ന് ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് നടക്കാൻ വേണ്ടി അവരെ സഹായിക്കുകയും അതുവഴി ക്രിസ്തുവിനായി ജീവിക്കാൻ വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള ഒരു പ്രതിബദ്ധതയിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ് ജീസസ് യൂത്തിൻ്റെ. അപ്പോൾ നമ്മൾ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതശൈലി രൂപപ്പെടുത്താൻ വേണ്ടി ചെറുപ്പക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മളൊരു പ്രോഗ്രാം കൊണ്ട് അവസാനിപ്പിക്കുന്നവരല്ല. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് അവർ ആ ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് കിട്ടുന്ന ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അവർ മുന്നോട്ട് നടക്കാൻ, അത് എങ്ങനെ യേശുവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ വേണ്ടി അവരെ സഹായിക്കാനുള്ള ധാരാളം പ്ലാറ്റ്ഫോംസ്, ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു തുടർച്ചയ്ക്കുള്ള വഴികൾ, ഒരു വേ ഓഫ് ലൈഫ് അല്ല ഒരു ഒക്കെ നമ്മൾ രൂപപ്പെടുത്തുന്നു. അതാണ് ജീസസ് യൂത്തിൽ നമ്മൾ പറയുന്ന വിശ്വാസ രൂപീകരണം, ഫോർമേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു സെൻറ്റൻസോടെ പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. അതായത് ഇന്നത്തെ ഒരു കണ്ടംപററി വേൾഡ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ആനുകാലിക ലോകത്ത് ധാരാളം ശബ്ദങ്ങളുടെ നടുവിൽ ക്രിസ്തു എന്ന ഈ ശബ്ദം കേട്ട് ജീവിതത്തെ കൃത്യമായ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരെ ട്യൂൺ ചെയ്യുന്നൊരു പ്രോസസ്സാണ് ജീസസ് യൂത്തിലൂടെ നടക്കുന്നത്. റൈജു ചേട്ടൻ പറഞ്ഞു ജീസസ് യൂത്ത് എല്ലാ കാര്യങ്ങളും യുണീക്കായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു ക്രിസ്തു അനുഭവം യുണീക്കായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനാണ്, വ്യക്തിപരമായിട്ട് ക്രിസ്തു സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ജീസസ് യൂത്ത് ശ്രമിക്കുന്നത്. ഈ ഒരു ജാഗോ 25 കോൺഫറൻസിൽ നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഈ ഒരു ജാഗോ കോൺഫറൻസിൽ നമ്മുടെ ഒരു ഓൺ സ്റ്റേജ് പ്രോഗ്രാമുകളെ പോലെ തന്നെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിരുന്നു ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകൾ. അതുപോലെ തന്നെ സ്ട്രീം വൈസ് ഗ്യാതറിങ്ങുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീസ്റ്റ് അച്ഛന്മാർക്കും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു പ്രോഗ്രാം, വലിയൊരു നമ്പർ ഓഫ് ആളുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കാനും ചെയ്യാനൊക്കെ ആയിട്ട് ജീസസ് യൂത്തിന് സാധിക്കുന്നത്? തീർച്ചയായിട്ടും ജീസസ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം രീതികളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരുപോലെ എന്ന് പറയുമ്പോഴും നമ്മൾ ഏറ്റവും പ്രാക്ടിക്കലായി കാണുന്നതും ഏറ്റവും എഫക്റ്റീവായി കാണുന്നതും നമ്മൾ വ്യക്തികളോട് ഈശോയെ കൊടുക്കുന്നത് മാത്രമല്ല, അവരോടൊപ്പം നടന്ന് അവരോട് ശുശ്രൂഷ ചെയ്യുക, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവരോട് മിനിസ്ട്രി ചെയ്യുക എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് ഉണ്ട്. അതാണ് മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അത് മാറ്റി വെച്ചിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് നാളെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കാതെ പോയാലും, ഇങ്ങനത്തെ ഒരു പരിപാടികൾ നടക്കാതെ പോയാലും ജീസസ് യൂത്ത് അതിൻ്റെ മിഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു വ്യക്തിക്ക് അവനായിരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു യുവാവിനോട്, മറ്റൊരു വ്യക്തിയോട് പിയർ ഗ്രൂപ്പ് ഇവാഞ്ചലൈസേഷൻ അത് നമ്മുടെ ഒരു വലിയൊരു ഫാക്ടറാണ്. അത് ഇവാഞ്ചലൈസേഷൻ മാത്രമല്ല, ഒരു അക്കമ്പനിമെൻറ്റ്, പിയർ ഗ്രൂപ്പ് അക്കമ്പനിമെൻറ്റ്. അപ്പോൾ ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുമ്പോൾ എനിക്ക് സെഷൻ എടുത്തതും എന്നെ അക്കമ്പനി ചെയ്തതും ഒക്കെ നോക്കുമ്പോൾ ഞാൻ മൊത്തം ജീസസ് യൂത്തിൽ അന്ന് കണ്ടിട്ടുള്ളത് 1-2 ആളുകളായിരിക്കും ഇത്തിരി പ്രായം കൂടുതലുള്ളൂ. ബാക്കി എല്ലാവരും എന്നേക്കാളും 4 വയസ്സിനോ 5 വയസ്സിനോ 6 വയസ്സിനോ ഏറിപ്പോയാൽ ഒരു 7-8 വയസ്സിൻ്റെ അപ്പുറത്തേക്ക് മുതിർന്ന ആളുകളാണ് കൂടുതലും എനിക്ക് സെഷൻ എടുത്തിരുന്നത്, എന്നോട് മിനിസ്റ്റർ ചെയ്തിരുന്നത്, എന്നെ അക്കമ്പനി ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതാണ് ജീസസ് യൂത്തിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു വേ ഓഫ് ഡൂയിങ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജീസസ് യൂത്ത് ഡിഫറെൻറ്റ് ഡൈനാമിസംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസ് ഇവാഞ്ചലൈസേഷൻ നടത്തുന്ന ഒരു രീതി. കാരണം കർത്താവിനെ കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും മിസ് ചെയ്യരുതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, മൂവ്മെൻറ്റിൽ മ്യൂസിക് മിനിസ്ട്രി,
ഓഡിയോ വിഷ്വൽ മിനിസ്ട്രി, പല മിനിസ്ട്രികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒരു കൾച്ചർ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്, ബാൻഡുകൾ. ആദ്യമായിട്ട് എക്സ് ബാൻഡൊക്കെ ഒരു 27-28 വർഷമൊക്കെ മുമ്പ് തുടങ്ങുമ്പോൾ അത് ഒരു യുണീക്കാണ്. അങ്ങനെ ബാൻഡുകൾ അധികമില്ല നമ്മുടെ ഒരു സ്റ്റൈലിലും കൾച്ചറിലും ഒക്കെ, ഒരുപക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ. പക്ഷെ അതൊന്ന് വളർന്ന് വേൾഡ് യൂത്ത് ഡേ ഒക്കെ ധാരാളം സ്ഥലങ്ങളിൽ, ഒരു 2002 വേൾഡ് യൂത്ത് ഡേ മുതൽ ലോക കത്തോലിക്ക യുവജന സമ്മേളന വേദികൾ, മാർപ്പാപ്പയുടെ ഒപ്പമുള്ള വേദികൾ ഉൾപ്പെടെ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വേൾഡ് യൂത്ത് ഡേകളിലും തന്നെ പെർഫോം ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ജീസസ് യൂത്തിൽ നിന്ന് പിന്നീട് 7-8 ബാൻഡുകൾ രൂപപ്പെട്ട് ഒരു 6-7 ബാൻഡുകൾ വരെ വേൾഡ് യൂത്ത് ഡേയ്സിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിത് പറഞ്ഞതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലൂടെയൊക്കെ നടന്നിട്ടുള്ളൊരു ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ പെർഫോമുകളിലൊക്കെ വരുന്ന 1000-10,000 ആളുകളല്ലേ, അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജാഗോയെക്കുറിച്ച് നമ്മുടെ ഒരു ചിന്ത തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാസ് റൂട്ടിൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന 1-on-1 മെക്കാനിസം, ചെറിയ പ്രോഗ്രാമുകൾ, ചെറിയ ക്യാമ്പുകൾ, ചെറിയ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ചെയ്യുകയും തുടർ പരിശീലന പരിപാടികളായ ഫോർമേഷൻ പ്രോഗ്രാമുകൾ ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഇവാഞ്ചലൈസേഷനാണ്. ക്രിസ്തുവിനെ കൊടുക്കുക. റിസൾട്ട് നമ്മുടെ പണിയല്ല, ക്രിസ്തുവിൻ്റെ പണിയാണ്. എത്രയോ കൂടുതൽ ആളുകൾ ക്രിസ്തുവിനെ കേൾക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ലോകത്ത് അറൗണ്ട് 41,000 ആളുകളാണ് ഒരു ദിവസം, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഒരു ദിവസം ക്രിസ്തുവിനെ കേൾക്കാൻ ഒരു അവസരം കിട്ടാതെ മരിക്കുന്നത്. ഇതൊരു കൃത്യ നമ്പറല്ല, പക്ഷേ അറൗണ്ട് മോർ ദാൻ 40,000 പീപ്പിളാണ് ക്രിസ്തുവിനെ കേൾക്കാൻ അവസരം കിട്ടാതെ മരിക്കുന്നത് എന്നൊരു ഡേറ്റ. ഈ ഡേറ്റ ഞാൻ കേട്ടപ്പോൾ അപ്പോൾ എത്രയോ ആളുകൾ, അതിലൊരു മെജോറിറ്റി തീർച്ചയായിട്ടും ഏഷ്യയിലായിരിക്കും. അതിലൊരു മെജോറിറ്റി ഞാൻ ജനിച്ചു വളർന്ന് ഇന്നും ഞാൻ ജീവിതം തുടരുന്ന എൻ്റെ ഈ രാജ്യത്തിൻ്റെ മണ്ണിലാണ്. അപ്പോൾ എത്രയോ ആളുകളിലേക്ക് ഇനി ക്രിസ്തു എത്താനുണ്ട്, ക്രിസ്തുവിനെ അറിയാനുണ്ട്. എന്തുകൊണ്ട് എത്തിക്കണം? ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ കൊടുത്ത് നമ്മൾ എത്തിച്ചു എന്ന് പറയാനൊന്നും അല്ലല്ലോ. ക്രിസ്തുവിന് എല്ലാവർക്കും ആവശ്യമുണ്ട്. ഹീലിംഗ് ആർക്കും ആവശ്യമില്ലാത്തത്, ആനന്ദം ആർക്കും ആവശ്യമില്ലാത്തത്, ഒരു സ്വാതന്ത്ര്യം ആരാ ആഗ്രഹിക്കാത്തത്? ക്രിസ്തു ചെയ്തത് മാത്രമാണ്. ആളുകളെ സൗഖ്യപ്പെടുത്തി, അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന വിടുതൽ കൊടുത്തു, അവരെ ജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. മറ്റുള്ളവർക്ക് ഇതുപോലെ ഡിഗ്നിറ്റി കൊടുത്ത വേറൊരാളില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉദ്ദേശം മാക്സിമം ഇന്ത്യ പോലത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും യുവജനങ്ങളിലേക്ക്, അത് ഞാനിത് പറയുമ്പോൾ നമ്മളൊരു കാത്തലിക് യൂത്ത് കോൺഫറൻസ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കാത്തലിക് യൂത്ത് എന്ന് പറയുമ്പോൾ പോലും എന്തുമാത്രം ക്രൈസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് ഒരു ക്രിസ്തുവിനെക്കുറിച്ച് ബോധ്യത്തിലാണ് ആളുകൾ ജീവിക്കുന്നതെന്ന് നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നമുക്കറിയാം. അവിടെയാണ് ക്രിസ്തുവിനെ എല്ലാവർക്കും കൊടുക്കുക. ഈ കത്തോലിക്ക യുവജനങ്ങൾ മറ്റുള്ളവർക്ക്, ഭാരതത്തിലെ മുഴുവൻ യുവജനങ്ങൾക്കും ഒരു വെളിച്ചം കൊടുക്കുന്ന, സ്നേഹം പങ്കിടുന്ന, പ്രതീക്ഷ പകരുന്ന വഴികളായി മാറണം. അതാണ് ജാഗോയുടെ ഒരു ഉദ്ദേശം. പിന്നീട് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എൻ്റെ ഒരു പരാമർശം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ മാത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. ക്രിസ്തു ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക്, അന്ന് ഓഡിറ്റോറിയം ഉണ്ടായി കാണില്ല, വേണ്ട, പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനഗോഗുണ്ട്, പള്ളികളുണ്ട്, ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും ആൾക്കാരെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. 1-2 ഒക്കേഷനിൽ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടടുത്തൊരു ആധികാരികതയെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തു അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയോ സംവദിക്കുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നതിൻ്റെ അപ്പുറത്ത് ബാക്കി എല്ലാ ആളുകൾ എവിടെയായിരുന്നു അവിടെയാണ് പോയത്. ഉക്കൂരുടെ അടുത്തേക്ക് പോയി. ഞാൻ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ എന്തൊരു ഗ്യാങ് കൂടിയാണെന്ന്. എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ സൗഹൃദങ്ങൾ. എനിക്കിപ്പോഴും ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടും ആളുകളുടെ കൂടെ ഓളം വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ ബലഹീനതയാണ്. അപ്പോൾ ഒരു ഓളം വെച്ച് നടക്കുക, അങ്ങനെ ബോട്ടിൽ കയറി നടക്കുക. എന്തിനാ ഒരു ബോട്ടിൽ പോയെന്ന് വെച്ചാൽ എനിക്ക് വലിയ വ്യക്തതൊന്നും പറയാനില്ല. ചുമ്മാ ബോട്ടിൽ കയറി നടക്കുക, ചുമ്മാ ഗോതമ്പ് പാടത്തോടെ നടക്കുക, എന്നിട്ട് അത് പറിച്ച് തിന്നുക, ഇടയ്ക്ക് വെച്ച് തർക്കിക്കുക. അത് ചുമ്മാ വൈകുന്നേരമൊക്കെ പാർട്ടിയാണ് അല്ലേ? അതായത് മത്തായിയെ വിളിച്ചിട്ട് ആ നാട്ടിലുള്ള സകല നല്ലവരെയും കൊള്ളരാത്തവരെയും പാപികളൊക്കെ വിളിച്ചു കൂട്ടി പാർട്ടിയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, ജീസസ് യൂത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലപ്പോഴുള്ള ഭക്ഷണം കഴിക്കുന്ന രീതികളും, ചെറിയ യുവജനങ്ങളൊക്കെ കൂട്ടമായിട്ട് ഒരു ഭക്ഷണത്തിന് പോകുന്നതും, തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും മറ്റു പലതുമൊക്കെ കാണുമ്പോൾ ഇത്തരം ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടിയുണ്ട്. ഇവിടെ എക്സാക്ട്ലി സംഭവിക്കണം എന്താ, നമ്മുടെ ഈ ജാഗോയുടെ പ്രത്യേകത, യുണീക്കിനെ സാധാരണ ജീസസ് യൂത്ത് കോൺഫറൻസുകളിൽ നിന്ന് വ്യത്യാസം, നമ്മൾ പന്തലിലിരിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്നത് പോലുമില്ല, പക്ഷെ നമ്മളൊന്ന് എൻകറേജ് ചെയ്യുന്ന 2 സമയമുള്ളൂ. ഒന്ന്, ഒരു വിശുദ്ധ കുർബാന എല്ലാവരും എത്തണം. 2, ദിവ്യകാരുണ്യത്തിന് മുമ്പിലുള്ള ഒരു ആരാധനയുടെ സമയം പറ്റുമെങ്കിൽ, കാരണം നമുക്ക് അവിടെ ഒരു മാജിക്കും കാണിക്കാനില്ല, ക്രിസ്തുവാണ് അവരെ തൊടുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ട്യൂണിൽ, ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരാൻ അവരെല്ലാവരും അവിടെ ഒരുമിച്ചെത്തുന്നത് നല്ലതാണ്. ബാക്കി സമയങ്ങളൊന്നും നമ്മൾ ആരെയും പുഷ് ചെയ്തില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ ചില മുതിർന്ന ആൾക്കാർ വന്നു നമ്മൾ അവരങ്ങനെ വിടാൻ പറ്റുമോ, ഇങ്ങനെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴും നമ്മളതിനകത്ത് ഒത്തിരി ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ സങ്കോചപ്പെട്ടിട്ടില്ല. കാരണം
പുറത്തെല്ലാം നടക്കുന്ന ആക്ടിവിറ്റീസ് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവരുടെ ടാലൻറ്റിനും ടേസ്റ്റിനും രീതിക്കും ശൈലിക്കും ഓളത്തിനും വൈബിനും ഒക്കെ പറ്റുന്ന വിധത്തിൽ ക്രിസ്തുവിനെ കാണാനുള്ള ആക്ടിവിറ്റീസാണ് പുറത്ത് ചെറുപ്പക്കാർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സാക്ട്ലി ചാഗോ. ഒരുപക്ഷെ ചില ആളുകൾ പറയുമായിരിക്കും നമ്മളവിടെ ആരാധന എനിക്ക് അനുഭവമായിരുന്നു, അല്ലെങ്കിൽ കുർബാനയ്ക്കിടയിൽ എനിക്ക് അല്ലെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ തിയേറ്റർ. പക്ഷേ ഒത്തിരി ആളുകൾ അതിൽ കൂടുതൽ പറയുന്നത് ഞാൻ അവിടെ ആദ്യമായിട്ടാണ് കൺഫെഷൻ, ഒരു ഓപ്പൺ സ്പേസിൽ, ഒരു ഗാർഡനിൽ ഒരു കൺഫെഷൻ ടെൻറ്റ്, സംതിങ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പലരും പറഞ്ഞു കാണും, അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇൻ ദാറ്റ്. പക്ഷേ യുണീക്ക്നെസ്, ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി അവരുടെ ടേസ്റ്റിനും അവരുടെ ഇൻട്രസ്റ്റിനും അവർക്ക് വൈബുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ വൈബിനൊപ്പം ക്രിസ്തുവിൻ്റെ അത്രയും അവരെ മനസ്സിലാക്കുന്ന, അവരുടെ വൈബിനൊപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റൊരാൾ ഇന്നുവരെ ഇത്ര ബെസ്റ്റായിട്ട് ലോകത്ത് ജീവിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിക്കുന്നുമില്ല. ദ ഓൺലി വൺ ഹു ലിവ്ഡ്, ദ ഓൺലി വൺ സ്റ്റിൽ ലിവിങ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ചേട്ടൻ ജീസസ് യൂത്തിൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് കൂടെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇത്രയും വർഷക്കാലമായിട്ട് സഭയ്ക്ക് ജീസസ് യൂത്ത് നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരിക്കും ചേട്ടാ? എനിക്ക് ഈ ചോദ്യം സ്വാഭാവികമായിട്ട് ആളുകൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം ശരിയാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അതിനൊന്ന് റീഫ്രേസ് ചെയ്യാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. സഭയ്ക്ക് നൽകുക അല്ലെങ്കിൽ സഭയ്ക്ക് എന്തെങ്കിലും കൊടുക്കുക, നമ്മളൊരു സാധനം കൊടുക്കുക എന്ന് പറയുമ്പോൾ വി ആർ ഗിവിങ് ടു എ സെക്കൻഡ് പാർട്ടി, അല്ലേ? പക്ഷെ ജീസസ് യൂത്ത് സഭയിലാണ്. നമ്മളെപ്പോഴും പറയാൻ ശ്രമിക്കുന്നു, ആഗ്രഹിക്കുന്നതും ഇത് സഭയിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയെടുത്ത ഒരു വേ ഓഫ് ലൈഫാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൽ പുറത്തല്ല, പുറത്തു നിന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുകയല്ല. വി ആർ ഓൾസോ ചർച്ച്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പരിശുദ്ധാത്മാവ് ജീസസ് യൂത്തിലൂടെ വെളിപ്പെടുത്തിയ ഒരു ക്യാരിസമുണ്ട്. ആ ക്യാരിസത്തിലൂടെ ജീസസ് യൂത്തും ഭാഗമാകുന്ന സഭയെ പടുത്തുയർത്തുന്ന, സഭയെ പിടിച്ചു നിർത്തുന്ന, സഭയിലെ ആ ഒരു ഇതിനെ സഹായിക്കുന്ന ചില, നമ്മൾ പറയില്ലേ ഇഷ്ടികകളോ എന്തായാലും പറയണം, അങ്ങനത്തെ ആ ഒരു സ്ട്രോങ് ഇഷ്ടികകളിൽപ്പെട്ട ഒന്നാണ് ജീസസ് യൂത്ത്. അപ്പോൾ അത്ര അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ക്യാരിസം എങ്ങനെ, ഹൗ വി ബിൽഡ് ദ ചർച്ച്, അതാണ് അതിൻ്റെ ഒരു നമ്മൾ പല രീതിയിൽ തന്നെ പറയാറുണ്ട്. വി ആർ ബിൽഡിംഗ് ദ ചർച്ച്, അതർവൈസ് വി ആർ എക്സ്റ്റെൻഡഡ് ഹാൻഡ്സ് ഓഫ് ദ ചർച്ച്. വൈ ഐ എം യൂസിങ് അഗെയിൻ ദിസ് ഫ്രേസ് എക്സ്റ്റെൻഡഡ്, അല്ലെങ്കിൽ നീട്ടപ്പെട്ട കരങ്ങളാണെന്ന് പറയാൻ കാരണം ജീസസ് യൂത്തിൻ്റെ മറ്റൊരു യുണീക്ക് ഇൻ ദ മിഷനിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രേക്ഷിത വഴിയിലൊരു യുണീക്ക്നെസ് എന്ന് പറയുന്നത് പള്ളിക്ക് പുറത്ത് സമൂഹത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോകാൻ സഭയിലെ ഒരു രീതിയാണ് ജീസസ് യൂത്ത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന കൂടുതൽ കോളേജുകളിൽ, പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന, IT സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ, ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിൻ്റെ ഇടയിൽ, നമ്മൾ ഓരോ തരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തുമൊക്കെ പ്രൈ ഗ്രൂപ്പുകളുള്ളത്, ബിസിനസ്സുകാരുടെ ഇടയിൽ പ്രൈ ഗ്രൂപ്പുകൾ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ക്യാമ്പുകളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ക്യാമ്പുകളിൽ നമ്മൾ റെഗുലർ വിസിറ്റ്സ് നടത്തുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കും ഒരു പക്ഷേ പ്രായോഗികമായി നമ്മുടെ സഭയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഏറ്റവും ആധികാരിക മുഖങ്ങളായ വൈദികർക്കോ, നമ്മളെപ്പോഴും കൂടുതൽ അഭിഷിക്തരായി കാണുന്ന വൈദികർക്കോ സന്യസ്തർക്കോ ഒന്നും കടന്നു ചെല്ലാൻ പൊതുവെ അത്ര എളുപ്പമല്ല. അവിടെ തീർച്ചയായിട്ടും അവർ നമ്മളെക്കാൾ കൂടുതൽ അഭിഷിക്തരാണ് എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും നൽകിയ ആ പ്രേക്ഷിത ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതേ പ്രേക്ഷിത ദൗത്യത്തോടെ തന്നെ സമൂഹത്തിലേക്ക്, സാധാരണ സ്ഥലങ്ങളിലേക്ക്, സെക്കുലർ വേൾഡിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ജീസസ് യൂത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും കോൺട്രിബ്യൂഷൻ. നമ്മൾ എന്തെങ്കിലും ചെയ്ത ആക്ടിവിറ്റീസ് മാത്രമല്ല, ഈ ഒരു നേച്ചർ ഓഫ് മിഷൻ, ഈ ഒരു എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി, ഇതാണ് ശരിക്കും സഭയിൽ ജീസസ് യൂത്തിലൂടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു സെമിനാരി ഫോർമേഷന് ഒരു വൈദികന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം, 11 വർഷം, 12 വർഷമൊക്കെ പരിശീലനം കൊടുത്തൊരു വൈദികനെ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് അയക്കുന്നു. അത് സഭ നൽകുന്ന വലിയൊരു സംഭാവനയാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും ഏതെങ്കിലും ഒരു കോളേജിൽ വന്ന 1 വർഷത്തെയോ 2 വർഷത്തെയോ ചെറിയൊരു ധ്യാനമോ ഒരു ജീസസ് യൂത്ത് പ്രേ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഭാഗമായ എക്സ്പീരിയൻസിൽ നിന്ന് പിന്നീട് പലവിധ ജോലികൾക്കായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി കഴിയുമ്പോൾ അവരൊരു രാജ്യത്ത് മുഴുവൻ റീച്ച് ഔട്ട് ചെയ്യുന്ന, ആളുകളെ ബിൽഡ് ചെയ്യുന്ന, അവിടുത്തെ സഭാ സംവിധാനങ്ങളെ പോലും സ്വാധീനിക്കുന്ന ഒരു പ്രേക്ഷിത ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള തലത്തിലേക്ക് പ്രവർത്തിക്കുന്ന വിധത്തിലുള്ള മിഷണറിമാരായി മാറുകയാണ്.
പക്ഷെ അവരാരും മുഴുവൻ സമയം ഇതിനു വേണ്ടി മാത്രമല്ല, അവരുടെ കുടുംബം, ജോലി എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവർ ചെന്നൊരു മണ്ണിൽ അവിടെ ഞങ്ങൾ പൈസ ഉണ്ടാക്കാനല്ല കർത്താവ് കൊണ്ടുവന്നിട്ടുള്ളത്, മറിച്ച് പ്രേക്ഷിതരായിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി അവരുടെ കുടുംബത്തെയൊക്കെ ചേർത്ത് പിടിച്ച് രാവും പകലും അധ്വാനിച്ച് പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രേക്ഷിതരായ ആളുകളെയും കുടുംബങ്ങളെയും, 1000 ചിലപ്പോൾ കുറവായിരിക്കും, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആയിരക്കണക്കിന് പ്രേക്ഷിതരായ കുടുംബങ്ങളെയും ഞാൻ വ്യക്തിമായി കണ്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം പ്രേക്ഷിതരെ രൂപപ്പെടുത്തുന്നു. ജീസസ് യൂത്തിൽ ഫുൾ ടൈമേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. കഴിഞ്ഞ 33 വർഷത്തിലേറെയായി ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. എല്ലാ വർഷവും ഏതാണ്ട് നമുക്ക് ആവറേജ് പറയാവുന്നത് ഒരു 50 to 60 ആളുകൾ എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട് പല പല ട്രെയിനിങ് ബാച്ചസിലായിട്ട്. അതായത് ആലോചിക്കണം, നമ്മൾ കൊടുക്കുന്നത് ഒരാളുടെ ഒരു വർഷം, അങ്ങനെ 33 വർഷം കൊണ്ട് ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ എത്ര വർഷം ഇതിനകം സഭയ്ക്ക് സംഭാവന ചെയ്ത് കഴിഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കി. ജീസസ് യൂത്തിലൂടെ വരുന്ന വൊക്കേഷൻ ജാഗോയിൽ പോലും നമ്മൾ അത് കണ്ട് അത്ര കൃത്യമായിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാഗോ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ദിവസം മുമ്പ് ഓർഡിനേഷൻ കഴിഞ്ഞ 4 or 5 ആളുകളോട് വന്നവർ തന്നെ, വരാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്, ഇവർ ജീസസ് യൂത്തിലൂടെ വൊക്കേഷൻ കണ്ടുപിടിച്ച് വിവിധ കോൺഗ്രിഗേഷനുകളും രൂപതകളിലും ചേർന്നതാണ്. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അതുപോലെ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഒരു യങ് ആളുകളുടെ മിനിസ്ട്രി ആയതുകൊണ്ട് തന്നെ ടെക്നോളജി എക്സ്പേർട്സ്, മീഡിയ എക്സ്പേർട്സ് ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സഭയുടെ വിവിധ തലങ്ങളിൽ നമ്മുടെ പേരും ലേബലും ഒന്നും ഇല്ലാതെ, ചുരുക്കം ചില സ്ഥലത്ത് പേരും ലേബലും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ സഭയുടെ മീഡിയ മേഖലകളിൽ, ടെക്നോളജി മേഖലകളിലൊക്കെ ധാരാളം ജീസസ് യൂത്തുകാരുടെ ഒഫീഷ്യലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ജീസസ് യൂത്ത് ഈസ് റിയലി ഡെവലപ്പിംഗ് ഹ്യൂജ് നമ്പർ ഓഫ് മിഷണറി ലീഡേഴ്സ്. ബട്ട് ഇത് പറയുമ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നുമല്ല, ഒരുപക്ഷെ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ 1% പോലും നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആലോചിക്കുന്നതൊക്കെ. സോ ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നുന്നത്, ജീസസ് യൂത്ത് ഇസ് എ മിഷണറി മൂവ്മെൻറ്റ് അറ്റ് ദ സർവീസ് ഓഫ് ദ ചർച്ച്. റൈറ്റ് ചേട്ടാ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി. ചേട്ടൻ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജീസസ് യൂത്ത് ആണ്. ഇപ്പോൾ നമ്മുടെ ഉള്ള ഒരു കറണ്ട് ജനറേഷനിലുള്ള ഒരു യൂത്ത് മിനിസ്റ്റേഴ്സിന് ചേട്ടന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും ചേട്ടാ? ഞാൻ മുൻപ് സംസാരിച്ചതിൽ ഞാൻ പരാമർശിച്ചു പോയ ഒരു തലമുണ്ട്. ഞാൻ 2 കാര്യമാണ് വിചാരിക്കണം. ഏത് കാലത്താണേലും അത് ഇന്ന കാലമൊന്നുമില്ല. എല്ലാ കാലത്തിനും ആ കാലത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്, ആ കാലത്തിൻ്റെതായ നന്മയുണ്ട്, ആ കാലത്തിൻ്റെതായ ചില ദൂഷ്യവശങ്ങളുമുണ്ട്. ഇതെക്കാലത്തുണ്ട്, പല സമയത്തും പലതാണ്, നമുക്കറിയാതെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ, ആ കാലഘട്ടത്തെയും ആ കാലഘട്ടത്തെ യൂത്തിനെ അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അറിയാൻ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ ഇടയിൽ പോകണം. പലപ്പോഴും യൂത്ത് മിനിസ്റ്റേഴ്സിന് പറ്റുന്നൊരു അപകടം, നമ്മുടെ ഒരു ക്രിസ്ത്യൻ യൂത്ത് മിനിസ്റ്റേഴ്സിന് പറ്റുന്നൊരു അപകടം, നമ്മൾ അവരെ ആകെ കാണുന്നത് പ്രോഗ്രാം സ്ഥലത്തും സ്റ്റേജിലുമാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എപ്പോഴും, ചുമ്മാ ഒന്നിനു വേണ്ടി അല്ലെങ്കിൽ പോലും സാധാരണ യൂത്ത് കൂടുന്ന സ്ഥലത്ത് അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ പോയി ഇൻട്രാക്ട് ചെയ്യണം. അവരുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പോൾ അവരെ അറിയണം. അപ്പോൾ അവരെ അറിയുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ഭാഷയെ സംസാരിക്കാൻ പറ്റും. ഞാനിതിനത്ര എക്സ്പേർട്ടല്ല, പക്ഷേ ക്രിസ്തുവിനെ നോക്കിയാൽ മതി. കാരണം ഈ ഉപമയൊക്കെ എന്തിനാണ് പറഞ്ഞത്? അപ്പോഴത്തെ ആൾക്കാർക്ക് വർത്തമാനം മനസ്സിലാവാനാണ്. ഓരോ കാര്യവും പറയണത് അപ്പോഴത്തെ ആളുകൾക്ക് മനസ്സിലാവണം. അവരുടെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. കാരണം മീൻ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ വാ, നിങ്ങളുടെ എല്ലാം ശരിയാവും, വാ ധ്യാനം കൂടിയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആരും വരില്ല. ഇവിടെ പോയിരുന്നിട്ട് പറഞ്ഞ് നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് വലയിടും. കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്ര എക്സ്പേർട്ടായിട്ടുള്ള മുക്കുവരാണ്, പക്ഷേ എന്തിനു വലയിടണം? പക്ഷേ എങ്കിലും ഒരാൾ പറയുന്നുണ്ട് അവർ ഇട്ടപ്പോൾ. അപ്പോൾ അവരെ അറിയുക എന്നുള്ളതാണ്, അവരുടെ നീഡ് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് തിങ് അവരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ളതാണ്. 2, ഞാൻ ഏറ്റവും അധികം വിചാരിക്കുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കേൾക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. യൂത്ത് മിനിസ്റ്റേഴ്സ് ലിസണിങ് ടു ദം, കേൾക്കുന്നവരായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കേൾക്കുന്നതിലൂടെയാണ് നമുക്കൊരു മിനിസ്ട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. മൂന്നാമതൊരു കാര്യം, തീർച്ചയായിട്ടും എന്തിനാണ് ഞാൻ പറഞ്ഞ 2 സ്റ്റെപ്പ് എടുത്താൽ, എന്തിനാണ് അവരിലേക്ക് പോയി അവരറിയുന്നത്, എന്തിനാണ് അവരെ കേൾക്കുന്നത്? കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുമ്പിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇതിനുള്ള ഒരു ഉത്തരം അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കൊടുക്കുന്നത് ദയവായി ഉപദേശ രൂപേണ ആകാതിരിക്കുക. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ പറ്റിയാൽ ഏത് കാലത്തും അത് സ്വീകാര്യമാണ്. നമ്മുടെ ഒരു ലൈഫിലെ ജീവിത സാക്ഷി, ലൈഫ് എക്സ്പീരിയൻസിൽ എങ്ങനെ ക്രിസ്തു എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി എന്ന് ഒരു പ്രസംഗം പറയുന്നത് എന്നെ അപ്പുറത്ത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുമ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു, ഇത്രേ ഉള്ളൂ. 1, ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അറിയുക, അവരെ കേൾക്കാൻ തയ്യാറാവുക, അവർക്ക് ഏക ഉത്തരമായ ക്രിസ്തുവിനെ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ
അവരുടെ ഭാഷയും അവർക്ക് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു റൈജു ചേട്ടാ.